ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വായന ഭാഗം 1 ശമൂവേൽ 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ ആകുന്നു. കുറിവാക്യം ന്യായാധിപന്മാർ 16-ാം അധ്യായം 28-ാം വാക്യം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിലെ വലിയ ന്യായാധിപന്മാരുടെ ശ്രേണിയിൽ കാണുന്ന അവസാനത്തെ വ്യക്തിയായിരുന്നു ശിംശോൻ. സൂര്യനെപ്പോലെയുള്ളവൻ എന്നതാണ് ശിംശോൻ എന്ന പേരിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിലെ അതിശക്തനായ പുരുഷൻ എന്ന പേരിനാലും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ശിംശോൻ. ശിംശോൻ്റെ അത്ഭുതകരമായ ജനനം, ജീവിതത്തെ സംബന്ധിച്ച കഥകൾ, വിവാഹം, ജ്ഞാനം, ബലം, കടങ്കഥകൾ ചോദിക്കാനും ഉത്തരം നൽകാനുമുള്ള കഴിവ്, ഫെലിസ്ത്യരുമായുള്ള ഏറ്റുമുട്ടൽ, ദുഃഖകരമായ അന്ത്യം എന്നിവയാണ് ശിംശോൻ്റെ ജീവിത കഥയായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഈ പ്രഭാതത്തിൽ ശിംശോൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒന്നാമതായി ശിംശോന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മറ്റു ന്യായാധിപന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു ശിംശോൻ. ഭക്തരായ മാതാപിതാക്കളുടെ മകനായിട്ടാണ് ശിംശോൻ ജനിക്കുന്നത്. നാസീർ എന്ന വ്രതത്തിലൂടെ വിശുദ്ധമായ ജീവിതം ലഭിക്കുന്നുണ്ട് ശിംശോന്. അസാധാരണമായ ജ്ഞാനവും കടങ്കഥകൾ മെനയുവാനുമുള്ള കഴിവ് ദൈവം ശിംശോന് നൽകിയിരുന്നു. ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടുവാനുള്ള മനഃശക്തിയും ആരോഗ്യവും ശിംശോന് ലഭിച്ചിരുന്നു. സിംഹത്തെ ആയുധം കൂടാതെ കൊല്ലുന്നു, ഫെലിസ്ത്യരെ ഒറ്റയ്ക്ക് നേരിടുന്നു, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ. ഇവയെല്ലാം ദൈവം നൽകിയ അനുഗ്രഹങ്ങളായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനതയെ ഫെലിസ്ത്യരിൽ നിന്നും വിടുവിക്കുക എന്നതായിരുന്നു ശിംശോൻ്റെ ദൗത്യം. ദൈവിക അനുഗ്രഹങ്ങൾ ഫലദായകമാകണമെങ്കിൽ ജീവിതം അതിനനുസരിച്ച് പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. നീണ്ട 20 വർഷം ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനായിട്ട് ശിംശോന് സാധിച്ചു. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഭാഗികമായി നിർവഹിക്കുവാനേ ശിംശോന് കഴിഞ്ഞിരുന്നുള്ളൂ. എന്തുകൊണ്ട് ശിംശോൻ തൻ്റെ ദൗത്യം പൂർണ്ണമാക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്ക് നോക്കാം. രണ്ടാമതായി കൽപ്പനാ ലംഘനവും ദൈവത്തെ അനുസരിക്കാതിരുന്നതും. ഇവ ശിംശോൻ്റെ ജീവിതത്തിൽ ശിക്ഷയും പരാജയവും വിളിച്ചു വരുത്തുന്നു. ഇതിലൂടെയാണ് ശിംശോന് തൻ്റെ ദൗത്യം പൂർണ്ണമാക്കുവാനായിട്ട് സാധിക്കാതിരുന്നത്. ഒന്നാമതായിട്ട് നാസീർ വ്രതം പാലിക്കുന്നതിൽ ശിംശോൻ പരാജയപ്പെട്ടു. രണ്ടാമതായിട്ട് തൻ്റെ ശക്തിയുടെ രഹസ്യം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ശിംശോന് കഴിഞ്ഞില്ല. അടുത്തതായിട്ട് വിജാതീയ സ്ത്രീകളോടൊപ്പം ജീവിതം നയിക്കുന്നു. ഇവയിലൂടെയൊക്കെയും കൽപ്പനാ ലംഘനവും ദൈവിക അനുസരണക്കേടും ശിംശോൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ശത്രു സംഹാരത്തിനായി നോക്കി പാർക്കേണ്ടവൻ യൗവന മോഹങ്ങൾക്ക് വിധേയനായിട്ട് തീരുന്നു. ശാരീരികമായി അതിബലവാനായിരുന്നെങ്കിലും ധാർമ്മികമായി ബലഹീനനായിരുന്നു. ആയിരക്കണക്കിന് ശത്രുക്കളുടെ എല്ലുകൾ തകർക്കുവാൻ കഴിയുന്നവനായിരുന്നെങ്കിലും തൻ്റെ ദുർസ്വഭാവത്തെ തകർക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പാപത്തിൻ്റെ അനന്തരഫലമായി ശിംശോൻ അന്ധനാക്കപ്പെടുന്നു. വേദപുസ്തകത്തിലെ അതിശക്തനായവനെ കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ച് ശക്തി നഷ്ടപ്പെട്ടവനായി ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നു. അവിടെ ഫെലിസ്ത്യ ദേവൻ പ്രകീർത്തിക്കപ്പെടുന്നു. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ശക്തി നൽകണമേ എന്ന് ശിംശോൻ പ്രാർത്ഥിക്കുന്നു. പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് നാം ഏവരും ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവജനത്തിന് ഇതൊരു നിർദ്ദേശമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സൂക്ഷ്മതയോടെ വിനിയോഗിക്കുക എന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.